നമസ്കാരം. ഞാൻ ഈ കേരള ടോഡിയൻ അബ്കാരി വക്കീൽസ് കോമേഴ്സിൻ്റെ പ്രസിഡൻ്റാണ്. പേര് ഡോക്ടർ VS അനിൽകുമാർ. തിരുവനന്തപുരത്തുകാരനാണ്. ആറ്റിങ്ങലാണ് താമസം. ജനറൽ സെക്രട്ടറി ശ്രീ KK പ്രകാശ്. ജനറൽ സെക്രട്ടറിയാണ്. തൃശ്ശൂർക്കാരനാണ്. ഇത് കുരീപ്പുഴ വിജയൻ നമ്മുടെ ട്രഷററാണ്. കൊല്ലക്കാരനാണ്. പിന്നെ അങ്കമാലി ദേവി, ശ്രീ അങ്കമാലി ദേവി നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം എറണാകുളത്തുകാരനാണ്. അതുപോലെ ശ്രീ ശിവൻ, പാലക്കാട് ശിവൻ, അദ്ദേഹം നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. നമ്മുടെ ഒരു സംസ്ഥാന കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് തൃശ്ശൂർ ഞങ്ങൾ എത്തിച്ചേർന്നത്. അപ്പം അതിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കണം എന്ന് തീരുമാനിച്ചു. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന് ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം 10 വർഷം തികയുകയാണ്. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് പരമ്പരാഗത വ്യവസായമായ കള്ളുചെത്ത് വ്യവസായം പൂർണ്ണമായും തകർച്ചയിലാണ്. 40,000-ൽ പരം തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ക്ഷേമനിധി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് 20,000-ൽ താഴെ തൊഴിലാളികൾ മാത്രമായി ക്ഷേമനിധി ബോർഡ് മാറിയിട്ടുണ്ട്. പല കള്ള് ഷാപ്പുകളും ഇപ്പോൾ നടക്കുന്നില്ല. തെക്കൻ ജില്ലകളിലെ തിരുവനന്തപുരം എടുക്കുകയാണെങ്കിൽ 90% ഷാപ്പുകളും പൂട്ടിക്കഴിഞ്ഞു. കൊല്ലത്തെ പത്തനംതിട്ടയിലെയും സ്ഥിതി അതുതന്നെയാണ്. എറണാകുളത്തും കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കള്ള് ഷാപ്പുകൾ പ്രവർത്തിക്കുന്നത്. വടക്കൻ മേഖലയിൽ തൃശ്ശൂരും ഇപ്പോൾ കള്ള് ഷാപ്പിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാണ്. പാലക്കാടത്തെ സ്ഥിതിയും ഇപ്പോൾ മോശമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പലരും ക്ഷേമനിധി ബോർഡിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നു. അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കാത്തത് കൊണ്ട് അവരെല്ലാം മാനസികമായി ഈ രംഗത്ത് തുടരണമോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാജ കള്ളിൻ്റെ ഉൽപാദനം പാലക്കാട് ജില്ല ഉൾപ്പെടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നല്ല കള്ള് കുടിക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷത്തിലാണ്. കോഴിക്കോടും കണ്ണൂരും CPM-ന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റികളാണ്. അപ്പം ആ സൊസൈറ്റികളെല്ലാം വ്യാജക്കള്ള് ഉൽപാദന കേന്ദ്രങ്ങളായി ഇതിനകം മാറിയിരിക്കുകയാണ്. ഈ സൊസൈറ്റികളുടെ പ്രധാന അവരുടെ ഓഫീസ് കേന്ദ്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെ സ്പിരിറ്റ് എത്തുന്നു, വ്യാജക്കള്ളുണ്ടാക്കുന്നു. അത് റിപ്പോർട്ട് ചെയ്താൽ അത് അന്വേഷിക്കുവാൻ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയാത്ത സ്ഥിതിയാണ്. ഇന്ന് കേരളം മൊത്തം CPM-ന്റെ ഒരു വ്യവസായ കേന്ദ്രമായി ഈ കള്ള് വ്യവസായം മാറിയിരിക്കുകയാണ്. സ്പിരിറ്റിൻ്റെ ആധിപത്യം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ മയക്കുമരുന്ന്, അതും നമ്മുടെ
മനുഷ്യൻ്റെ ബ്രെയിനെ സാരമായി ബാധിക്കുന്ന ഇന്ത്യയെ പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ, ഇതെല്ലാം യഥേഷ്ടം യുവാക്കളുടെ കൈകളിലേക്ക് ഈ വ്യക്തത മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് ഇന്ന് ഈ കേരളം ഭരിക്കുന്നവർ തന്നെയാണ്. അവരുടെയൊക്കെ അറിവോടുകൂടി തന്നെയാണ് ഈ പുതിയ തലമുറയിൽപ്പെട്ട അവരുടെ അനുഭാവികൾ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. പലതരത്തിൽ ചില്ലറ കേസുകൾ പോലീസും അതുപോലെ എക്സൈസുമൊക്കെ അത് പിടിക്കുന്നുണ്ട് എന്നല്ലാതെ ഇത് വ്യാപകമായി ഈ സാധനം പല രാജ്യങ്ങളിൽ നിന്ന് പോലും ഇന്ത്യയിലെത്തുന്നു. അതുപോലെ കേരളത്തിൽ ഇത് വളരെ സുഖമായി എത്തിച്ചിട്ടുണ്ട്. ഇത് ചില കേന്ദ്രങ്ങളിലൊക്കെ അത് പിടിച്ചു കേസാക്കുന്നതാണ്. ഈ സാധനങ്ങൾ, ഈ കേസുകൾ പിടിച്ച സാധനങ്ങൾ പോലും തുണ്ടി മുതൽ പോലും ഇപ്പോൾ കോടതിയിൽ അല്ലെങ്കിൽ എക്സൈസിൻ്റെ അവർ ഇത് സൂക്ഷിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഇത് വീണ്ടും അവിടെ നിന്ന് പോകുന്നത് ആരും അറിയുന്നില്ല. ഒരു സ്ഥലത്ത് ഇതെല്ലാം പഠിക്കുന്നു, ഒരു സ്ഥലത്ത് ഇതെല്ലാം സൂക്ഷിച്ച് വയ്ക്കുന്നു. ഇത് പിന്നീട് ഭൂരിപക്ഷം ഈ ലഹരി വസ്തുക്കൾ കാണാതെ വരുന്നത്, അത് സ്പിരിറ്റും അതുപോലെയാണ്. ഇതൊക്കെ പഠിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ഇത് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ, കോടതിയുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ വലിയ ചോർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത് പുതിയ തലമുറയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വലിയ സംഭവമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് വിൽപ്പനകൾ പൂർണ്ണമായി തടയുവാൻ കഴിയാത്ത സ്ഥിതി. ഇന്ന് കൊച്ചുകുട്ടികളുടെ ടിഫിൻ ബോക്സിൽ സഹിതം ഈ സാധനം കൊടുത്തുവിടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ ദൂരവ്യാപകമായ വിപത്തുകൾ സൃഷ്ടിക്കാനിടയുള്ള ഈ സംഭവം വളരെ ഗൗരവമായി നമ്മൾ കണ്ടേ മതിയാകും. അതുപോലെ ഈ കള്ള് ചെത്ത് വ്യവസായം, കള്ളിനെ സംബന്ധിച്ച് ഈ വാജക്കല്ല് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നത് കൊണ്ട് ഈ കള്ള് ഷാപ്പുകളിൽ ആളുകൾക്ക് തന്നെ ഈ കള്ള് ഷാപ്പുകളിൽ വിൽക്കുന്നത് വാജക്കള്ളാണ് എന്നുള്ള ഒരു തോന്നൽ ഇപ്പൊ പൊതുവെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കള്ള് കുടിക്കുവാൻ പലരും അറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം പലയിടത്തുമുണ്ട്. അതല്ല, ഈ പ്രകാശിൻ്റെയൊക്കെ ഈ ജില്ലയിൽ നല്ല കള്ള് വിറ്റുകൊണ്ടിരുന്ന പല മേഖലകളുമുണ്ട്. അതുപോലെ പാലക്കാട് നിന്ന് മറ്റു പല ജില്ലകളിലും പെർമിറ്റ് എടുത്ത് കൊണ്ടുവരുന്ന കള്ള് എന്ന് പറയുന്നത് വേജക്കള്ളാണ്. ആ യഥാർത്ഥ കള്ള് അല്ല പല ജില്ലകളിലും കൊണ്ടുപോയി വിൽക്കുന്നത്. ഇതെല്ലാം എക്സൈസിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അറിവോട് കൂടി ആണ് ഇതെല്ലാം നടക്കുന്നത്. അതുപോലെ ഈ ക്ഷേമനിധി ബോർഡ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ബോർഡാണ്. തൊഴിലാളി മേഖലയിലെ ആദ്യത്തെ ക്ഷേമനിധി ബോർഡാണ്. ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആ ബോർഡ് ഇന്ന് വളരെ അനാഥമായി കൊണ്ടിരിക്കുന്നു. ഈ ബോർഡിൻ്റെ ഫണ്ടുകൾ സർക്കാർ തന്നെ ഇത് വകമാറ്റി ചെലവഴിക്കുന്നു. സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കുന്നതിലേക്ക് വേണ്ടി കടമെടുക്കുന്നു. ഇത് തിരിച്ച് യഥാസമയം എത്താത്തത് കൊണ്ട് ആരെങ്കിലും റിട്ടയർ ആയി പോയാൽ അയാളുടെ ആനുകൂല്യങ്ങൾ തിരിച്ചു കിട്ടുന്നതിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വളരെ കാലതാമസം ഉണ്ടാകുന്നു. അതുപോലെ പെൻഷൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. വെറും 3000 രൂപയാണ് ഇപ്പം പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 3000 രൂപ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടൊരു കുടുംബം ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം നല്ല കള്ള് വ്യവസായ മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികൾക്കൊക്കെ നല്ല വരുമാനവും ശമ്പളവും ഉണ്ടായിരിക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിരമിക്കേണ്ടി വരുമ്പോൾ ഒരു 3000 കൊണ്ട്
കുടുംബം പുലർത്തേണ്ട ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് അത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഈ 3000 രൂപ മിനിമം പെൻഷൻ എന്നുള്ളത് അത് 6000 രൂപയായി വർദ്ധിപ്പിക്കണം എന്നുള്ള അത് 5000 എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ കൊടുത്തിരിക്കുന്നത്. 5000 രൂപ മിനിമം പെൻഷനും 10000 രൂപ മാക്സിമം പെൻഷനും നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ കള്ളുചെത്ത് വ്യവസായം കേരളത്തിൽ തകരുന്നു? കാരണം പൂട്ടിപ്പോകുന്ന കള്ള് ഷാപ്പുകൾ തുറക്കുന്നത് ഗവൺമെന്റ് സഹായമില്ല, എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ സഹകരിക്കുന്നില്ല. പണ്ട് കാലങ്ങളിലൊക്കെ ഈ കള്ള് ഷാപ്പ് ലൈസൻസ് ചെയ്യുന്നതിന് എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്കൊരു പകടി അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു ക്യാഷ് അവരുടെ കയ്യിൽ എത്തിച്ചേരാത്തത് കൊണ്ട് അവർക്കാർക്കും കള്ളിയത്ത് വ്യവസായം സംരക്ഷിക്കുന്നതിനോ അത് ലൈസൻസ് ചെയ്ത് കൊടുക്കുന്നതിനോ ഒന്നും ഒരു താല്പര്യവുമില്ല. പലരും അപേക്ഷകൾ കൊടുത്താൽ പോലും ആ അപേക്ഷകൾ 6 മാസം കഴിഞ്ഞായിരിക്കും പിന്നീട് ലൈസൻസ് ചെയ്ത് കിട്ടുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ തൊഴിലാളികൾക്കും ജോലി ലഭിക്കണം എന്നതിൻ്റെ പേരിൽ വെറും 500 രൂപ ലൈസൻസ് ഫീസ് ഈടാക്കിക്കൊണ്ട് തൊഴിലാളി കമ്മിറ്റികൾക്ക് നടത്തുന്നതിനുള്ള അധികാരവും അവകാശവും നൽകി. പക്ഷെ ഇന്ന് ഈ തൊഴിലാളി കമ്മിറ്റികൾ എന്ന് പറയുന്നത് പലതും CPM-ന്റെ കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതും ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും അവരുടെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഈ ഇത് നടത്തുന്നതിന് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇന്ന് തൊഴിലാളി കമ്മിറ്റികളുടെ പേരിൽ അവർ ഈ ഷാപ്പുകൾ നടത്തും. അവർക്ക് ഈ വാചക്കള്ള എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ സ്പിരിറ്റ് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. അങ്ങനെ ഇതിന്റെ ഈ വ്യവസായത്തിന്റെ ഒരു കുത്തക അത് ഇന്നിപ്പോൾ CPM-ന്റെ കയ്യിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മുന്നിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ദൂരവ്യാപകമായ അവിശുദ്ധകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഈ വിദേശ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സഡൻ തീരുമാനങ്ങളാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വീര്യം കൂടിയ വിദേശ മദ്യത്തിന് ഇപ്പോൾ 50 മീറ്റർ മതി എന്നുള്ള സ്ഥിതിയാണ് ടൂറിസം മേഖലകൾ. അല്ലാത്ത സ്ഥലങ്ങളിൽ 200 മീറ്ററാണ്. വീര്യം കുറഞ്ഞ 8% മാത്രം ആൾക്കാളി കണ്ടടിച്ചുള്ള കള്ള് വിൽക്കുന്നതിന് 400 മീറ്റർ ദൂരപരിധി വേണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ഷാപ്പ് പുതുതായി പലയിടത്തും കൊണ്ട് വെക്കുന്നതിന് കഴിയാത്ത സ്ഥിതിയാണ്. സിറ്റിയിലൊക്കെ കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കള്ള് ഷാപ്പ് നടത്തിക്കൊണ്ടു പോകാൻ സ്ഥലമെടുക്കുന്നതിന് ബുദ്ധിമുട്ട്. അതുപോലെ വാടക ഒക്കെ കണക്കാക്കുമ്പോൾ ഒരിക്കലും ഒരു കള്ള് ഷാപ്പ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു തീരുമാനം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നു. കള്ള് ഷാപ്പുകൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം അതിന് ക്ഷേമനിധി ബോർഡ് ഷാപ്പ് കെട്ടുന്നതിനാവശ്യമായ പണം ക്ഷേമനിധി ബോർഡിൽ നിന്ന് നൽകാൻ തയ്യാറാണ്. അപ്പൊ ഇതിന് പുറമ്പോക്കുകൾ കണ്ടെത്തി അല്ലെങ്കിൽ സർക്കാരിന്റെ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ ഷാപ്പ് കെട്ടുന്നതിന് ആവശ്യമായ പണം ക്ഷേമനിധി ബോർഡിൽ നിന്ന് കൊടുക്കാൻ തയ്യാറായി. പക്ഷെ ഈ പണം 10 വർഷം കൊണ്ട് തന്നെ തിരിച്ച് പിടിക്കാൻ കഴിയും. കള്ള് ഷാപ്പുകൾ ലേലത്തിലെടുക്കുന്നവർ അഡ്വാൻസ് ആയിട്ട് തന്നെ 1 വർഷത്തെ പണമടച്ച് ഈ ഷാപ്പുകൾ എടുക്കാൻ തയ്യാറാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ 10 വർഷം കൊണ്ട് ഈ പണം ക്ഷേമനിധി ബോർഡിൽ നിന്ന് എടുത്ത പണം തിരിച്ചടയ്ക്കാൻ കഴിയും. അത് കഴിഞ്ഞ് വരുന്ന പണം അതൊരു അസറ്റായി എക്സൈസ് വകുപ്പിന് അതൊരു അസറ്റായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയം. പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ കഴിയും.
അതുപോലെ ഈ കള്ള് ബോർഡ് ഉണ്ടാക്കിയത് കള്ള് ലഭിക്കാത്ത പ്രദേശങ്ങളിൽ കള്ള് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ചില സ്ഥലങ്ങളിൽ കള്ളുൽപാദനം കൂടുതലായിട്ടുണ്ട്. അവിടെ നിന്നും കള്ള് സംഭരിച്ച് കള്ള് ചെത്തി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ ഉള്ള ഷാപ്പുകളിൽ കള്ള് എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് കള്ള് ബോർഡിനുള്ളത്. പക്ഷെ ഇന്നൊരു കള്ള് ബോർഡിൻ്റെ ഒരു ഓഫീസ് തിരുവനന്തപുരത്തുണ്ട്. അതിന് 1.25 ലക്ഷം രൂപ വാടക കൊടുക്കുന്നു. അവിടെ കുറെ ഉദ്യോഗസ്ഥന്മാർ, വാഹനങ്ങളുണ്ട്, അതിൻ്റെ കുറെ ബോർഡ് മെമ്പർമാരും ചെയർമാനും ഒക്കെയുണ്ട്. പക്ഷെ ഈ പണം വെറുതെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കള്ള് ബോർഡ് ഉണ്ടാക്കിയെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി കള്ള് ഉൽപ്പാദിപ്പിക്കുവാനുള്ള തെങ്ങ് തോട്ടങ്ങൾ കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ തെങ്ങ് തോട്ടങ്ങൾ ഉണ്ടാക്കി അവിടെ പുതിയ ടെക്നീഷ്യന്മാരെ വെച്ചുകൊണ്ട് കള്ള് ചെത്തി കൊടുക്കുന്നതിനുള്ള ഒരു നടപടിയാണ് കള്ള് ബോർഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പൊ കള്ള് ബോർഡ് ഉണ്ടാക്കിയത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇപ്പൊ 1 ലക്ഷത്തിൽ പരം തൊഴിലാളികളും അവരുടെ കുടുംബങ്ങൾ ജീവിച്ചിരുന്ന ഒരു മേഖല. ഈ മേഖലയിൽ ഒരു നയാ പൈസ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 1 രൂപ പോലും ചെലവാകാതെയാണ് സ്വന്തമായി ആളുകൾ ഈ മേഖലയിൽ പരമ്പരാഗത വ്യവസായം എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇതിനകത്ത് ഒരു തൊഴിലാളി ഉണ്ടെങ്കിൽ ആ തൊഴിലാളിയുടെ കുടുംബം മുഴുവൻ അതിനകത്ത് ജോലി ചെയ്ത് അവർ സുഭിക്ഷമായി ജീവിക്കുകയും അതുപോലെ നല്ല കണ്ട് നല്ല കറി കച്ചവടം നടത്തി നല്ല രീതിയിൽ കള്ള് ഷാപ്പുകൾ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് അത്തരം ഷാപ്പുകൾ നടത്താൻ കഴിയാത്ത ഒരു പ്രതിസ്ഥിതിയിലാണ്. ഈ വ്യവസായത്തെ നിലനിർത്തുന്നതിന് ഈ സർക്കാർ മുന്നോട്ട് വന്നേ മതിയാകും. അതിന് തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നമ്മൾ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ശക്തമായ സമരപരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഇവിടെ പ്രധാനമായിട്ടും നമ്മളിതിൽ സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഒരു ദോഷവശം ഈ കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാരിന്റെ മദ്യനയം വിദേശ മദ്യ ലോബികളെ സഹായിക്കാനാണ്. നമുക്കറിയാം, രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ ആയിരുന്ന വിദേശ മദ്യ ബാറുകളുടെയൊക്കെ സമയം ഇപ്പൊ അത് വീണ്ടും 2 മണിക്കൂർ കൂട്ടി രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ആക്കിയിരിക്കുകയാണ്. 14 മണിക്കൂർ ജോലി ചെയ്യണം. അത് തന്നെയല്ല, ഈ കള്ള് ഷാപ്പുകളുടെ ദൂരപരിധി ഈ നേരത്തെ പറഞ്ഞ പോലെ, പ്രസിഡന്റ് പറഞ്ഞ പോലെ എത്രയോ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. അതിനൊന്നും ഒരു ഇളവ് നൽകാതെ, നമുക്കറിയാലോ, ഇപ്പോ 6000 ചില്ലറ കള്ള് ഷാപ്പുകളിൽ ഒരു 3000-ന് മേലെ കള്ള് ഷാപ്പ് പ്രവർത്തിക്കുന്നുള്ളൂ. ആ പ്രവർത്തിക്കാത്ത കാരണം എന്ന് വെച്ചാൽ അമിതമായ വാടക. ഈ സ്ഥല കെട്ടിട ഉടമകളുടെ അമിതമായ വാടക മൂലം ഷാപ്പുകൾ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ദൂരപരിധി, പള്ളി, സ്കൂള്, അതുപോലെ അമ്പലം, ശ്മശാനം, അതുപോലെ ആ പ്രദേശങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ പ്രദേശത്ത് നിന്ന് 400 മീറ്റർ ദൂരപരിധി എന്നുള്ള നിലയ്ക്ക് നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്നില്ല. ആ സ്ഥാനത്തൊരു ബീവറേജ് ഷോപ്പാണെങ്കിൽ ആ താലൂക്കിൽ എവിടെ വേണമെങ്കിലും സ്ഥാപിക്കാം. കള്ള് ഷാപ്പിന് അതിന്റെ എലിക മാറ്റി വെക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ 200 മീറ്റർ ആക്കി ദൂരപരിധി കുറയ്ക്കുകയാണെങ്കിൽ കുറെ കള്ള് ഷാപ്പുകൾ നമുക്ക് കുറഞ്ഞ വാടകയുള്ള സ്ഥലങ്ങളിലേക്ക്, അനുയോജ്യമായ സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ കഴിയും. അത് സർക്കാർ ഒരിക്കലും ഈ വിദേശ മദ്യത്തിന്റെ ദൂരപരിധിയൊക്കെ ഇത്രയധികം ഈ സമയം വർദ്ധിപ്പിച്ചു കൊടുത്ത സ്ഥിതിക്ക് ഈ പാവപ്പെട്ട തൊഴിലാളികൾ, പരമ്പരാഗതമായി വ്യവസായത്തിൽ പണിയെടുക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ഈ വിഷയത്തില് ഒരു അനക്കം പോലും സർക്കാർ ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ദൂഷ്യവശങ്ങൾ. അപ്പോ ഈ കള്ള് വ്യവസായത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നത്, അത് നമുക്കറിയാലോ, മുഖ്യമന്ത്രി ഒരു ചെത്തൊഴിലാളിയുടെ മകനാണ്. നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇടതുപക്ഷ സർക്കാർ വന്നപ്പോ ഈ മേഖലയെ സംരക്ഷിക്കുന്ന ഒരു ആശയം ഉണ്ടായിരുന്നു. പക്ഷെ അത്
ആശങ്കയായി മാറി ഈ വ്യവസായത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള വിദേശ മദ്യ ലോബികൾക്ക് വേണ്ടിയുള്ള ഒരു സർക്കാരിന്റെ ഒരു മദ്യനയം മാറിയിരിക്കുകയാണ്. ഷാപ്പ് ഇപ്പോ കണക്കിന് 4,300 പക്ഷെ അതൊന്നും പ്രവർത്തിക്കുന്നില്ല. ലൈസൻസ് സർക്കാരിന് ഫീസ് അടച്ചുകൊണ്ടിരിക്കുന്നത് 4,324 കള്ളുഷാപ്പുകളാണ്. പക്ഷെ അതൊന്നും പ്രവർത്തിക്കുന്നില്ല. അത് ഈ ലൈസൻസ് ഫീസ് അടച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലൈസൻസുകൾ. ഏതെങ്കിലും കാലത്ത് ഇത് ഈ ഇങ്ങനെ ഒരു ഇളവ് വന്നാൽ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളതായിരിക്കും. 10 വർഷം കൊണ്ട് ഒരു 1,500 മേലെ കള്ളുഷാപ്പുകൾ അടച്ചുപൂട്ടി. ഇപ്പൊ കൊല്ലം, പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ എത്ര വർഷങ്ങളായി അടച്ചുപൂട്ടിയിട്ട്? ആകെ 2 ഗ്രൂപ്പാണ് അല്ലെ തിരുവനന്തപുരത്ത്. 6,000 കള്ളുഷാപ്പുകൾ ഉണ്ടായിരുന്നു, അത് കുറവ് ചെയ്ത് 4,000. അതും പ്രവർത്തിക്കുന്നില്ല. 3,000 ചില്ലറ ഷാപ്പുകളുള്ളൂ. കൊല്ലം എത്ര ഷാപ്പായിരുന്നു? 65 ഷാപ്പുകൾ ഇപ്പൊ അടഞ്ഞെടുക്കാം. തിരുവനന്തപുരം ഒരു ഗ്രൂപ്പാണ് നടക്കുന്നത്. ചെത്തുതൊഴിലാളിയെ വരുന്നവരെ രജിസ്ട്രേഷൻ കൊടുക്കാൻ വരുന്നവരെ രജിസ്ട്രേഷൻ കൊടുക്കുന്നില്ല. ഇവിടുത്തെ വരുന്നുണ്ട്, പക്ഷെ ലൈസൻസുകളും അനുമതി കൊടുക്കണില്ല. കാരണം വേറെ ഒന്നല്ല, പഴയ കാലത്ത് ഒരു താലൂക്ക് തന്നെ, ഇപ്പൊ എന്റെ അന്തിക്കാട് തൃശ്ശൂർ താലൂക്കിലൊക്കെ 2,210 തൊഴിലാളികൾ താലൂക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് 200 തൊഴിലാളി ഇല്ല, ചെത്തുതൊഴിലാളികൾ. അന്ന് തയ്യാറായി വരുന്നവരെ അത് ചെത്തിക്കാനുള്ള ലൈസൻസ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? അംശാദായം അടയ്ക്കാത്തതിന്റെ ഭാഗമായിട്ട് ക്ഷേമനിധി ബോർഡ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായി ബോർഡ് മാറിയിരിക്കുകയാണ്. ഒരു തൊഴിലാളിക്ക് അതുകൊണ്ട് ഗുണം ലഭിക്കാത്ത രീതിയിലാണ് ഇപ്പൊ ക്ഷേമനിധി ബോർഡിന്റെ. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ടോഡി ബോർഡ് വളരെ ആഘോഷിച്ചു വന്നതാണ്. 1 ലിറ്റർ കള്ള് പാലക്കാട് നിന്ന് വരെ 1 രൂപ ക്ഷേമനിധി ബോർഡ് ടോഡി ബോർഡിന് അടയ്ക്കുന്നു. 1 രൂപ, 1 ലിറ്ററിന് 1 രൂപ വെച്ച്. അങ്ങനെ ഇപ്പൊ ഏകദേശം 12 കോടി രൂപ ആ ബോർഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തൊഴിലാളികൾക്കും ഈ വ്യവസായത്തിന് ഒരു ഗുണകരമല്ലാത്ത രീതിയിലാണ് ടോഡി ബോർഡിന്റെ പ്രവർത്തനം. ഞങ്ങള് യോഗം ഇന്നുണ്ട്, നമ്മുടെ UDC ഓഫീസിലാണ്. 12 മണിക്കാണ് യോഗം. പറഞ്ഞു. പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ അബ്കാരി വർഷത്തില് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന നയം വികലമായിട്ടുള്ള ഒരു നയമാണ്. തെങ്ങും പനയും ചെത്തുന്ന കള്ള് കേരള ടോഡി എന്ന ഓമന പേര് കൊടുത്തുകൊണ്ട് അത് ബ്രാൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് ആ നയത്തിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷെ ആ നയം ഇന്ന് വരെ നടന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ അബ്കാരി വർഷത്തിൽ നടന്ന നയത്തെ ഉൾപ്പെടുത്തിയ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ബാറുകളുടെ കോമ്പൗണ്ടിലുള്ള തെങ്ങുകൾ അത് ചെത്തി ആ കള്ള് ബാറുകളിൽ വിൽക്കാൻ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നടക്കുന്നില്ല. അതുപോലെ തന്നെ റിസോർട്ടിലുള്ള തെങ്ങും ചെത്തി കള്ള് ഉൽപ്പാദനം നടത്തി റിസോർട്ടിൽ വെക്കാനായിട്ടാണ് തീരുമാനമെടുത്തത്. അതും ഇതുവരെ നടന്നിട്ടില്ല. അപ്പം ചുരുക്കം പറഞ്ഞ് ഇവർ സംസാരിച്ചതുപോലെ തന്നെ കള്ള് ചെത്ത് വ്യവസായ മേഖല അടിമുടി തകർന്നിരിക്കുകയാണ്. ഈ തകർന്ന വ്യവസായം തന്നെയാണ് ഇപ്പോൾ അബ്കാരി നയം ഈ വർഷം പ്രഖ്യാപിച്ചിട്ടില്ല. ഈ അടുത്ത മാസം വരുമ്പോൾ പുതിയ അബ്കാരി നയം പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് 25-26 അബ്കാരി നയം എങ്ങനെയാണോ ഈ പൊളിഞ്ഞ അബ്കാരി നയം തന്നെ നടപ്പിലാക്കണം. അതിന് സർക്കാർ കണ്ടെത്തിയ ഒരു ഉപായം എന്ന് പറയുന്നത്, അവര് എങ്ങനെയാണോ കഴിഞ്ഞ വർഷം ഷാപ്പുകൾ നടത്തിയത് അത് 1 വർഷത്തേക്ക് ലൈസൻസ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സർക്കുലറാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പം ഈ വ്യവസായം തകർന്നു കിടക്കുന്ന വ്യവസായം വീണ്ടും തകർന്ന് നാമാവിശേഷമായി പോവുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സാർ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ടോഡി ബോർഡിന്റെ ഒരു വിഷയം പറഞ്ഞു. അതിൽ 2,760 കോടി രൂപയാണ് ഈ ക്ഷേമനിധി അംശാദായം അടയ്ക്കുന്നത്. അതിൽ 90% ട്രഷറിലേക്കാണ് മാറ്റുന്നത്. 90% എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ടും
ടോണി ബോർഡിന് പക്ഷേ കൊടുക്കത്തില്ല. അതുകൊണ്ട് തൊഴിലാളിയുടെ അംശാദായമാണ്, അത് കൊടുക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? 90% അത് ട്രഷറിയിലേക്ക് വകകൊള്ളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആരുടെ ചോദിക്കേണ്ട, ആവശ്യം പോലെ ആളുകൾക്ക് എടുത്തുകൊണ്ട് പോവാം ഈ സർക്കാരിലേക്ക്. അവർക്ക് ആവശ്യമുള്ള കാര്യം സർക്കാരിന് എടുക്കാം. ഇപ്പൊ അതുകൊണ്ടുള്ളൊരു ദോഷം എന്ന് പറയുന്നത്, ഈ തൊഴിലാളികൾ ക്ലോഷർ ആയാൽ, മുമ്പ് 15 ദിവസമോ 20 ദിവസമോ ഒക്കെ ആയാൽ ആ ക്ലോഷർ ആകുന്ന പൈസ അവർക്ക് കൊടുക്കും. ഇപ്പോൾ 1.5 മാസം എടുക്കും. കാരണം പൈസയില്ല ടോണി ബോർഡിൽ, സർക്കാർ കൊടുക്കണം, ഈ തൊഴിലാളിക്ക് പൈസ കൊടുക്കണം. ആ അവസ്ഥയിലേക്ക് ഈ വ്യവസായം തകർന്ന് നാമാവിശേഷമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളെല്ലാം ചോദിക്കാനുണ്ടോ? പാലക്കാട്, തൃശ്ശൂരുണ്ട്, അതിന്റെ താഴെ തൃശ്ശൂർ, പിന്നെ കോഴിക്കോടും ഒക്കെ സൊസൈറ്റികളാണ്, സൊസൈറ്റി നേതൃത്വത്തില. കള്ള് ഷാപ്പ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, അരിപ്പാട്, ആലപ്പുഴ, ഇടുക്കി. തെക്കൻ മേഖലയിലാണ് കുറവ്. തെക്കൻ ജില്ലകളിൽ നല്ല വ്യവസായം നടക്കുന്നില്ല. പറഞ്ഞു വിദേശ മദ്യം 42.6 ഇത് 8.1 കള്ളിന്. അതിനാണ് ഇത്രയും വലിയ ദൂരപരിധി. രാവിലെ, അതായത് 12 മണിക്കൂർ, രാവിലെ 8 മുതൽ രാത്രി 8 വരെ. അങ്ങനെയാണ് ഈ കള്ള് ഷാപ്പിന്റെ സമയം വർദ്ധിപ്പിക്കണ്ടേ. രാവിലെ ഒരു 7 മണി തൊട്ട് രാത്രി ബാറുകൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ആ 2 മണിക്കൂർ കള്ള് ഷാപ്പിന് കിട്ടണം. അല്ല, അതും നമ്മളൊരു പ്രധാന ആവശ്യമാണ്. ബാറുകൾക്ക് ഈ നീട്ടിക്കൊടുത്ത അതേ സമയപരിധി